പീരിമേട് കുട്ടിക്കാനത്ത് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. കുട്ടിക്കാനം സെന്റ് ജോസഫ് മൗണ്ട് കോൺവെന്റ് വളപ്പിൽ കയറിയ കാട്ടാന വ്യാപക കൃഷിനാശം വരുത്തി. കഴിഞ്ഞ നാളുകളിൽ പീരിമേട് ടൗണും പരിസര പ്രദേശങ്ങളിലുമാണ് കാട്ടാനകൾ നിലയുറപ്പിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ കുട്ടിക്കാനം ടൗണിന് സമീപം വരെ കാട്ടാന എത്തിയിരിക്കുകയാണ്. ഇന്ന് വെളുപ്പിന് 3 മണിയോടെ കുട്ടിക്കാനം മൗണ്ട് സെന്റ് ജോസഫ് കോൺവെന്റിന്റെ വളപ്പിൽ കയറിയ കാട്ടാന കോൺവെന്റിന്റെ ചുറ്റുമതിൽ തകർത്തു. തുടർന്ന് അകത്തു കയറി കാട്ടാനകൾ വാഴ അടക്കമുള്ള കൃഷിവിളകൾ വ്യാപകമായി നശിപ്പിച്ചു. കൂടാതെ കോൺവെന്റിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന കുടിവെള്ള പൈപ്പുകളെല്ലാം ചവിട്ടി നശിപ്പിച്ചു. കാട്ടാന വളപ്പിൽ കയറിയ വിവരം കോൺവെന്റിൽ ഉള്ളവർ അറിഞ്ഞെങ്കിലും ഭയം നിമിത്തം പുറത്തേക്ക് ഇറങ്ങിയില്ല. വെളുപ്പിന് 5 മണിയോടെ വ്യാപക നാശം വരുത്തിയ ശേഷം കാട്ടാനകൾ മടങ്ങിയതായും ഇവിടെയുള്ളവർ പറയുന്നു. പിന്നെ 3:30 കൂടി എത്തിയിട്ടുണ്ടാവും. 3:30 താഴത്തെ വാഴയെല്ലാം നശിപ്പിച്ചിട്ട് അവിടെ മതിലിടിച്ചാണ് നിങ്ങൾ അകത്ത് കയറി. മതിലും അവിടുത്തെ പൈപ്പും പൊട്ടിച്ച് അകത്ത് കയറി. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടം കുറച്ച് വാഴ ഒരു കൂട്ടമായിട്ട് നിൽക്കുന്നത് അതെല്ലാം നശിപ്പിച്ച് അതിനുശേഷം പിന്നെ കുറച്ചും കൂടി മുകളിലോട്ട് കയറി വന്ന് ഈ നമ്മുടെ കോണിന് അടുത്തുള്ള വാഴയൊക്കെ എല്ലാം കൂടി നശിപ്പിച്ചു. കഴിഞ്ഞ കുറച്ചു നാളുകളായി 2 ആനകളാണ് മേഖലയിൽ വ്യാപക നാശം വരുത്തുന്നത്. രാത്രി സമയങ്ങളിൽ കൃഷിയിടത്തിലും മറ്റുമായിരുന്ന ആനകൾ വ്യാപക നാശം വരുത്തിയ ശേഷം രാവിലെയാണ് തിരികെ മടങ്ങുന്നത്. വനം വകുപ്പിന്റെ നേതൃത്വത്തിലും RRT ടീമിന്റെ നേതൃത്വത്തിലും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ആനകളെ തുരത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആനകൾ ഉൾക്കാട്ടിലേക്ക് മടങ്ങുന്നില്ല. ഇതിനോടകം തന്നെ നിരവധി പേരുടെ കൃഷിദേഹങ്ങളാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. പീരിമേട്ടിലെയും കുട്ടിക്കാനത്തെയും ജനങ്ങൾ ഓരോ രാത്രിയും ഭീതിയോടെയാണ് തള്ളി നീക്കുന്നതും. ഇടുക്കി വിഷൻ ന്യൂസ്, പീരിമേട്.